ഭൂസമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകരെയും സമരഭടന്മാരെയും വനിതാ സഹോദരിമാരെയും എല്ലാം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരത്തിന്റെ ഭാഗമായി ആരിഫും സക്കീറും അനീഷുമൊക്കെ കുറച്ച് ദിവസം ജയിലിനകത്ത് കിടന്നു. അവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. വെൽഫെയർ പാർട്ടി ഇതിനു മുൻപുള്ള എല്ലാ യോഗങ്ങളിലും പറഞ്ഞതുപോലെ ഞങ്ങൾക്കാർക്കും പാർട്ടിക്ക് ശത്രുക്കളില്ല. ഒരു പാർട്ടിയെയും ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല. എല്ലാ പാർട്ടിയുടെയും ലക്ഷ്യം സാമൂഹ്യ നന്മയാണെന്ന് അവർ പറയുന്നു. ഞങ്ങൾ അംഗീകരിക്കുന്നു. അവരുടെ പ്രവർത്തനം നന്മയ്ക്ക് ഉതകുന്നില്ല എങ്കിൽ അത് ജനമാണ് തീരുമാനിക്കുന്നത്. ആ ജനാധിപത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ആഗസ്റ്റ് 15 കേരള മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ച സീറോ ലാൻഡ് പദ്ധതി അവസാനിക്കുകയാണ്. ഞങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. 3 സെന്റ് മണ്ണ് മാത്രമാണ് കൊടുക്കുന്നത്, ഭൂമിയില്ല എന്നാണ് പറഞ്ഞത്. ഭൂരഹിതരായ കേരളീയർക്ക് കൊടുക്കാൻ ഭൂമിയില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. ഭൂമിയില്ലേ? ഉണ്ട് എന്നാണ് ഞങ്ങളുടെ മറുപടി. ഉണ്ടെങ്കിൽ ഇത് കാണിച്ചു തരാനുള്ള സമരമാണ് പിന്നീട് ഞങ്ങൾ ആലോചിച്ചത്. ഏതാണ്ട് ഞങ്ങളുടെ ശ്രമഫലമായി, വെൽഫെയർ പാർട്ടിയിലെ സമരഭടന്മാരുടെ ശ്രമഫലമായി വയനാട് ഉൾപ്പെടെ ഹാരിസന്റെ 29,100 ഏക്കർ ഭൂമി സർക്കാരിനായി നിക്ഷിപ്തമായി. എങ്ങനെയാണത്? ഹാരിസൺ ഭൂമിക്ക് വേണ്ടി വ്യാജ രേഖയാണ് സമർപ്പിച്ചതെന്ന് IAS-കാരനായ രാജമാണിക്യം പറഞ്ഞു. ഗവൺമെന്റിന്റെ കേസുകളെല്ലാം നടത്തുന്ന സർക്കാർ വക്കീലന്മാർ തോൽക്കുന്നതിന് വ്യത്യസ്തമായി അതിന്റെ വക്കീലായി സുശീല ഭട്ട് വാദിച്ചു. അവർക്ക് വാദിക്കാനും രാജമാണിക്യത്തിന് സത്യസന്ധമായ നിലപാടെടുക്കാനും പ്രാപ്തമാക്കിയത് വെൽഫെയർ പാർട്ടിയുടെ സമരമാണ്. കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിൽ ജാഗ്രതമായ ഒരു ചരിത്രം തുടങ്ങും. അതറിയണം മങ്കടയിലെ CIയും പോലീസുകാരും. അതറിയുന്നവർ. അവരോടും റഷീദ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ശത്രുതയില്ല. ശത്രുതയുടെ മനോഭാവം അന്ന് ഒരു നിമിഷം അരങ്ങേറിയിരുന്നെങ്കിൽ 8-10 ശവങ്ങളാവുമായിരുന്നു. CI ഉൾപ്പെടെ പറയാൻ ഒരു ഭയമില്ല. പക്ഷെ ഞങ്ങളുടെ വഴി വേറെയാണ്, ഞങ്ങളുടെ സംസ്കാരം വേറെയാണ്, ഞങ്ങളുടെ മാർഗം വേറെയാണ്. ഞങ്ങളുടെ ലക്ഷ്യം ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളതാണ്. മാണിയെ കൊണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞു പോയവർ ഇപ്പൊ പറയുന്നു ജമീല പ്രകാശത്തിന്റെ ജാക്കറ്റ് കയറിയുന്നു. അതാണ് വിഷയമല്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് തടയരുത്. അതുപോലെ ഞങ്ങളുടെ ലക്ഷ്യം ഭൂമി കൊടുക്കാനാണ്. കൊടുക്കും. ഈ ചേരിയും മണിയും ഞങ്ങൾ പിടിക്കും. ഈ സമരത്തിൽ നിന്ന് വെൽഫെയർ പാർട്ടി പിന്നോട്ടില്ല. ചെങ്ങരയിലെ പാവപ്പെട്ടവർ ചത്താൽ കുടിച്ചിടാൻ നാഴിമണില്ലാത്ത എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവരും അവൻ നേതൃത്വം കൊടുത്തവരും കേരളത്തിൽ അധികാരത്തിൽ നീക്കുമ്പോൾ ചെങ്ങരയിലെ പാവപ്പെട്ടവൻ സമരം ചെയ്തു. തിരിഞ്ഞു നോക്കിയില്ല. മുത്തയ്യയിൽ സമരം നടത്തി. തിരിഞ്ഞു നോക്കിയില്ല. അന്നൊന്നും വെൽഫെയർ പാർട്ടി ജന്മം കൊണ്ടിട്ടില്ല. ഞങ്ങൾ നോക്കുമായിരുന്നു. ഞങ്ങൾ പോയില്ലേ? ജാനുവിന്റെ നേതൃത്വത്തിൽ സമരം സെക്രട്ടറി തുടങ്ങിയ വെൽഫെയർ പാർട്ടി പോയി. കാരണം നീതിയുടെ ഭാഗത്താണ് വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി ജനപക്ഷത്ത് എന്നത് ആലങ്കാരികമായി പറയുന്നതല്ല. വെൽഫെയർ പാർട്ടി ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ പാർട്ടികളും പാർട്ടിക്ക് വേണ്ടിയാണ്. വെൽഫെയർ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതാണ് വ്യത്യാസം. ഇത് ചെറിയ വ്യത്യാസമല്ല. ഇതറിയില്ല. ചന്ദ്രികയുടെ എഴുത്തുകാരൻ അറിയില്ല. അയാൾ പത്രപ്രവർത്തനമല്ല. ഇംഗ്ലീഷിൽ പിമ്പ് എന്ന് പറയുന്നത്. പൗരൻ പിമ്പ് എന്ന് പറയുന്നത് മലയാള പറയുന്നത് പെട്ടെന്ന് പിടികിട്ടുന്നതെന്ന് വെച്ചിട്ട് ഞാനത് വായിച്ചു. വെൽഫെയർ പാർട്ടിയുടെ ആൾക്കാർ കല്ലെറിഞ്ഞ് വനിതാ പോലീസ് ബോധം കെട്ട് വീണപ്പെടാണ് അത്രയും പോലീസ്. തെളിയിക്കാൻ കഴിയും നിങ്ങൾക്ക്. അവനെ ഞങ്ങൾ സാക്ഷിയാക്കും കോടതിയിൽ. ഞങ്ങൾ വിടാൻ പോകുന്നില്ല. വെൽഫെയർ പാർട്ടി ഈ പറഞ്ഞ മാർഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ മിസ്റ്റർ CI നിങ്ങൾ പെൻഷൻ വാങ്ങണമോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിന്റെ വഴിയും വകുപ്പുമൊക്കെ വെൽഫെയർ പാർട്ടിക്ക് അറിയാൻ. 40 കൊല്ലമായി പൊതുരാവിലെ ഈ പോലീസുകാരെ സമരത്തിന്
അടിയന്തരാവസ്ഥയിലകത്തായിരുന്നു. ധീരതയോടെ പുറത്തു വന്ന് ന്യായം പറഞ്ഞില്ല, ഭയമൊന്നുമില്ല, ഭയപ്പെട്ടിട്ടില്ല. ഞങ്ങൾ നീതിബോധം. ഞങ്ങളുടെ പാർട്ടി ഭരണഘടനയിൽ പറയുന്നത് നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നു എന്നാണ്. അത് വെറും വാക്കല്ല. ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം ഭരണഘടനാ സ്ഥാപനങ്ങളെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ്. DSP പറഞ്ഞു പ്രകടനം നടത്തുന്നത് ഞങ്ങൾ അംഗീകരിച്ചില്ലേ? നടത്താൻ ധിക്കരിക്കലല്ല ഞങ്ങളുടെ പണി. അനുസരിച്ചുകൊണ്ട് ന്യായമ നീതിബോധം. സംസ്കാരത്തിന് ഭാഷയുണ്ട്, മൃഗങ്ങൾക്ക് ഭാഷയുള്ളതുപോലെ, ജന്തുജാലങ്ങൾക്ക് ഭാഷയുള്ളതുപോലെ, ആശയവിനിമയത്തിന് എല്ലാ ജന്തുജാലങ്ങൾക്കും ഒരു ഭാഷയുണ്ട്. നമുക്ക് വഴിയില്ല, അത് വേറെ കാര്യം. മാനവ സംസ്കാരത്തിന് ഭാരതീയതയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമാണ് തേജോപതന്യം നശിപ്പിക്കുകയും ചെയ്യുന്നത്. അതിന് ബഹുവർണ്ണ നിറമാണ്. അത് ഏകനിറമാക്കാൻ ആര് വിചാരിച്ചാലും, മോഡിയല്ല, മോഡിയുടെ 1000 അച്ഛന്മാർ വിചാരിച്ചാൽ ഈ ഇന്ത്യയിൽ നടക്കില്ല. ആ സംസ്കാരത്തിന് ഒരു ഭാഷയുണ്ട്. അതിന്റെ പേരാണ് നീതിബോധം എന്നത്. വെൽഫെയർ പാർട്ടി സഞ്ചരിക്കുന്ന വഴി നീതിബോധത്തിന്റെയാണ്. അതുകൊണ്ടാണ് അക്രമമില്ല, കല്ലെറിയില്ല, ബോംബ് വയ്ക്കില്ല, പടക്കം പൊട്ടിക്കില്ല എന്നൊക്കെ പറയുന്നത്. ഭയന്നിട്ടല്ല, ഞങ്ങളുടേതായ ഒരു രീതിയുണ്ട്. ഞാൻ വിനയപുരസരം ആ CI ഇന്നല്ലെങ്കിൽ നാളെ ചിന്തിക്കാൻ, തല തണുത്ത് ചിന്തിക്കണം. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ് MI റഷീദ്. അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുത്തത്. ഒരടി അബദ്ധത്തെ പറ്റി സമ്മതിക്കാം. രണ്ടാമത്തടി നിങ്ങളുടെ വിവരക്കോടുകൂടി അത് ഞങ്ങൾ സമ്മതിക്കാം. 8 അടി ഒരു മനുഷ്യന്റെ മണ്ടയ്ക്കെടുത്തു, 8 എണ്ണം തിരിച്ച് തുപ്പുകയോ? അതെങ്കിലും കഴിയും റഷീദിന്. കാരണം ഉയരമുണ്ട്, 5-5 അടി ഉയരമുണ്ട്. ചെയ്തില്ല. എന്താ കാരണം? അറിയാഞ്ഞിട്ടല്ല, നിങ്ങളോട് ഭയന്നിട്ടുമല്ല. നിങ്ങൾ ആർക്കോ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് എന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ ഭൂമിയിൽ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം നടത്തുന്നത് നിയമനിഷേധത്തിലൂടെയാണ് എന്ന് മഹാത്മാഗാന്ധിയുടെ ചരിത്രമെങ്കിലും CI വായിക്കണം. അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് വെൽഫെയർ പാർട്ടിയുടെ ഭരണഘടന വായിച്ചു നോക്കണം. ആ വഴിക്കാണോ ഇവരിൽ നിന്നതെന്ന്. നിങ്ങൾ മറ്റു പാർട്ടിയുടെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ സൗകര്യം. ഇതെങ്കിലും വാങ്ങി വായിക്കണം. വെൽഫെയർ പാർട്ടി സഞ്ചരിക്കുന്ന മാർഗം ഏതാണ്? ഞങ്ങൾ ഈ കേരളത്തിൽ ഭൂരഹിതരായ 2-3 ലക്ഷം പേർ ഔദ്യോഗിക കണക്കുണ്ട്. അത് 3 സെന്റല്ല, 8-10 1 ഏക്കർ വരെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ മോഹം. ഞങ്ങൾ ഒരു ആത്മീയ അടിത്തറയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ആത്മീയ അടിത്തറ എന്ന് പറഞ്ഞാൽ ആരാധനയല്ല. എന്റെ ജീവനും പന്നിയുടെ ജീവനും പട്ടിയുടെ ജീവനും മണ്ണിനടിയിലെ മണ്ണിനയുടെ ജീവനും ഒരേ ചൈതന്യത്തിന്റെ വിഭിന്ന ഭാവങ്ങളാണ് എന്ന ബോധതലത്തിലേക്ക് വെൽഫെയർ പാർട്ടി മാത്രമല്ല, ഞങ്ങൾ പണിയെടുക്കുന്ന, ഞങ്ങൾ ബന്ധപ്പെടുന്ന മുഴുവൻ മാനവരാശിയെയും ആ വിധാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരാ. അല്ലാതെ അരിതര, തുണിതര, പണിതര എന്നല്ല, ഒരാത്മീയ ഒരു ഔന്നത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അതാണ് ഈ സംസ്കാരത്തെ കുറിച്ച് പറയുന്നത്. അത്തരം ഒരു സംസ്കാരത്തിന് വേണ്ടി ഒരു പണിയെടുക്കുന്ന ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിനെ എന്തായാലും നിങ്ങൾക്ക് ചില പ്രൊസീജിയർ ഇല്ലേ? ഒരു DSPക്കും ഒരൈജിക്കും തോന്നിയ പോലെ ലാത്തിച്ചാർജ് നടത്താൻ ഈ കേരളത്തിൽ പീനൽ കോഡ് അനുവദിക്കുന്നില്ല. വിവരമുള്ളവർ ഞങ്ങളുടെ കൂടെയുണ്ട്, വക്കീലന്മാരുണ്ട്. നിങ്ങൾ ആ പ്രൊസീജിയർ നടപടികളെല്ലാം പാലിച്ചിട്ടാണോ ലാത്തിച്ചാർജ് തുടങ്ങിയത്? ഞങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ട്. ഞങ്ങൾ ഈ പ്രകടനം ആരംഭിക്കുന്നത് ചേരിയാമലയുടെ കവാടത്തിലെത്തുന്നത്, ആ പടിക്കലെത്തുന്നത്, നിങ്ങൾ അടിക്കുന്നതിന്റെ എല്ലാം റെക്കോർഡ് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിലറിയാം നിങ്ങൾ ഈ അടി തുടങ്ങുന്നതിന് മുമ്പ് 1 മിനിറ്റ് സാവകാശപ്പെടുത്തോ? പറഞ്ഞോ? മിനിമം ഇതിന്റെ ക്യാപ്റ്റൻ ആരാണ്? നിങ്ങൾ അന്വേഷിച്ചോ? വിശ്വസിയായി താൻ അന്വേഷിക്കാൻ ബാധ്യതയാണ് നിയമപരമായിട്ട്. ചെയ്തോ? എന്നിട്ട് പറയണം ക്യാപ്റ്റനോട്, ഞങ്ങൾ ലാത്തി ചാർജ്, നിങ്ങൾ തിരിച്ചുവിടെ പോകുന്നില്ല എങ്കിൽ ഞങ്ങൾ ലാത്തി ചാർജിന് ഉത്തരവിടും എന്ന് പറയുന്നതോ? മര്യാദയ്ക്ക് ഉണ്ടോ? ആ മര്യാദയുണ്ടോ? എന്താണ് പോലീസിന്റെ അർത്ഥം? മര്യാദ രാമണ്ണ, മര്യാദ രാമണ്ണാണ്. സിനിമയുടെ പേരല്ല, അത് വേറെ. അതിപ്പോ മര്യാദ പാലിക്കണം. എന്താണ് ഈ രാമന്റെ പ്രത്യേകത? ഭാരതത്തിൽ ഹിന്ദു അവതാരങ്ങൾ രാമന്റെ പ്രത്യേകത. എന്തുകൊണ്ടാണ് ഗാന്ധിജി രാമനെ എടുത്തത്? രാമൻ ഏകപത്നി വ്രതക്കാരനായിരുന്നു. അതാണ് ഈ മര്യാദ രാമൻ എന്ന സങ്കല്പം. ആ നീതിബോധം നിങ്ങൾക്കുണ്ടായോ? നിങ്ങൾ പറയേണ്ട ആരാണ് ജില്ലാ പ്രസിഡന്റ്, ആരാണ് ജില്ലാ സെക്രട്ടറി, ആരാണ് ഇതിന്റെ നേതാവ്? നിങ്ങൾ ശ്വാസം മുട്ടിയിട്ടാണോ? എനിക്ക് അത് പറയാമായിരുന്നു. ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, ഞങ്ങളെ ഒന്ന് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കാരണം മനുഷ്യപരിഗണനയാണ് ഞങ്ങളുടെ മുഖ്യം. അല്ലെ, ഈ സമരത്തിൽ പങ്കെടുത്തവർക്ക് വീടില്ലാത്തവരാ, ഭൂമിയില്ലാത്തവരാ,
നാശമില്ലാത്തവര് എല്ലാം ഉണ്ട്. എന്നിട്ടും എതിര് ചെയ്തു. അതാണ് ആത്മീയതയുടെ മറ്റൊരു കടവ്. അത് മനസ്സിലാക്കണം. ലീഗിനത് മനസ്സിലാവില്ല. അത് കുറച്ച് കാലം എടുക്കുമ്പോഴത്തേക്ക് അവരുടെ കാര്യത്തിൽ തലയില്ലേണ്ടത്. അതാണ് അത് വല്ലാത്ത ദുരന്തമാണ്. മാനദണ്ഡം 5 അടിയാണോ വലുത് 6 അടിയാണോ വലുത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയും 6 അടി എന്ന്. അപ്പൊ എത്ര പണം എന്ന് ചോദിച്ചാൽ പണമാണ് മാനദണ്ഡമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ നിങ്ങൾക്കറിയാമോ 2008 ഈ വെൽഫെയർ പാർട്ടി ഉണ്ടാകുന്നതിന് ആലോചനയ്ക്ക് ഇടയാക്കിയ ഒരു പ്രധാന വിഷയമുണ്ടായിരുന്നു. 2008 ഈയിടെ സുപ്രീം കോടതി റദ്ദ് ചെയ്ത 66A വകുപ്പ് പാസ്സായത് പാർലമെന്റിൽ. ആ ആക്ട് ഉൾപ്പെടെ 7 ബില്ലാണ് അവതരിപ്പിച്ചത് ലോകസഭയിൽ. 7 ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ 7 മിനിറ്റ്. ഒരുത്തൻ അമ്മ പെറ്റ ഒരുത്തൻ ഒരു വിപ്ലവകാരി ഇല്ല, ഞാൻ ഇത് അംഗീകരിക്കുന്നില്ല എന്ന് ലോകസഭയിൽ 549 40 എണ്ണം പാലക്കാട് വയൽമരം കൊണ്ട് തലവെന്ത് പോയ തെങ്ങിന്റെ തൊണ്ട പോലെ രാഗമൊഴിക്കുക ഒരുത്തന്നെ നിർത്തില്ല. ആ കന്നി നിയമത്തെ എത്ര പല ശതമാനം ആൾക്കാരെ, മുസ്ലിം ചെറുപ്പക്കാരെ അകത്താക്കി കൊന്നൊടുക്കി. അതിന്റെ രോഷത്തിൽ നിന്ന്, അതിന്റെ അമർഷത്തിൽ നിന്ന്, അതിന്റെ ഈർഷയിൽ നിന്ന്, അതിന്റെ വേദനയിൽ നിന്ന്, ആ വേദനയിൽ നിന്ന് രൂപമുള്ളതാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് 1000 തവണ ഈശ്വരനെ ജപിക്കുന്ന സ്ത്രീയായി നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ പാപം പോവാൻ അതെങ്ങനെ ചെയ്യണം. അങ്ങനെ ഉണ്ടായതാ. ആ 66 ആക്ട് ഇപ്പോഴാണ് അത് റദ്ദ്. ഭരണഘടനാപരമായി പൗരന് നൽകുന്ന ജനാധിപത്യ അവകാശത്തിന്റെ ധ്വംസനമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏകകണ്ഠമായി പാസാക്കിയ ഈ ബില്ല് എന്ന് ഇന്ന് പറഞ്ഞ് ഈയിടെ തിരിച്ചു. പഠിക്കുന്നില്ലേ പോലീസ്? നിങ്ങൾ പഠിക്കുന്നില്ലേ?